പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരൊട്ടകം ഓടി വന്നിട്ട് അൽ അമാന യാ റസൂലല്ലാഹ്, എനിക്ക് അഭയം തരണേ നബിയേ എന്ന് ഒട്ടകം നേരെ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ കൃത്യമായി പേടി വന്നു. എന്താണ് പറഞ്ഞേ? ഞാൻ ഈ ഒട്ടകത്തിന് വലിയ വില കൊടുത്ത് വാങ്ങിയതാണ് നബിയെ, അറക്കാൻ നോക്കിയപ്പോൾ ഇവൻ ഓടിക്കാഞ്ഞതാണ്. ഒട്ടകത്തിനോട് ശരിയാണോ? എന്താണ് ഈ അനുസരിക്കാത്തത്? പറഞ്ഞത് നബിയെ, ഇവരെ കുടുംബക്കാര് മഗ്‌രിബ് നിസ്കരിച്ചാൽ കുടുംബത്തിന്റെ കൂടെ കൂടിയിട്ട് അവരെ അനുസരിച്ച് നടക്കാൻ എനിക്ക് കഴിയുന്നില്ല. എപ്പോഴാണ് അറിയില്ല. അതുകൊണ്ട് ഞാൻ അവരെ അവർക്ക് തങ്ങൾക്ക് വാക്ക് തന്നാൽ ഞാൻ ഇവരെ പോലെ അനുസരിച്ച് പോയിക്കണം. ഒരു മൃഗം മത്സരിച്ചു അവരവരെ തീരുമാനിച്ചു. മറകളൊന്നുമില്ല. ഒക്കയിനോട് പറഞ്ഞ ആ മനത്തിനോട് പോയി പറഞ്ഞു കൊണ്ടുവരാൻ എങ്ങനെ പറഞ്ഞാൽ മതി. ആ മരത്തിനോട് പോയി പറഞ്ഞു, മരം ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും എന്നൊന്ന് പറഞ്ഞിട്ട് അതിന്റെ വേരുകളടക്കം പുറത്തു കൊണ്ടുവന്ന് നിബിധങ്ങളുടെ കണ്ടു. ചങ്ങട്ട് ജാലികത്തേക്ക് നിബിധങ്ങൾക്ക് ആവശ്യമില്ല പോയിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ തന്നെ പോയി നോക്കുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് എന്റെ വിശ്വാസം അങ്ങനെ ദാഹമുണ്ടായി. ഞങ്ങളെ ഭാര്യയിൽ വെള്ളമില്ല. നിബിധങ്ങൾ അടുത്ത് പോയിട്ട് വെള്ളം വേണമെന്നുള്ളത്. അപ്പൊ പറഞ്ഞു, പാറക്കല്ല് കാട്ടിത്തന്ന് പറഞ്ഞു, ആ പാറക്കല്ലിലേക്ക് പോകണം, എന്നിട്ട് വെള്ളം തരാൻ പറയണം. അവിടെ ചെന്ന് നിബിധങ്ങളെ സലാം പറഞ്ഞ് പാറക്കല്ലിന് വെള്ളം തീർന്നപ്പോ പാറക്കല്ല് പറഞ്ഞു, എന്നിൽ ശിതം പോലെ വെള്ളമുണ്ടായിരുന്നു. ഒരായത്ത് ഇറങ്ങിയതിന് ശേഷം ഞാൻ കരഞ്ഞ് എന്റെ ശരീരത്തിലുള്ള വെള്ളങ്ങളെല്ലാം തീർന്നു പോയിരിക്കുന്നു. അപ്പോഴാ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ശരീരങ്ങളെയും നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തണേ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറകുകൾ അല്ലാസോ ഒന്ന് ജനങ്ങളാണ്, മനുഷ്യരാണ്. രണ്ടാമത്തേത് കല്ലുകളാണ്. ആ ആയത്ത് ഇറങ്ങിയ അന്ന് മുതൽ ആ കല്ലുകളെ കൂട്ടത്തിൽ ഞാൻ പെടാതിരിക്കാൻ കരഞ്ഞുകൊണ്ട് പഠിച്ചവനോട് പറഞ്ഞിട്ട് എന്റെ വെള്ളം തീർന്നു പോയി നിങ്ങളോട് പറയണം. പാറക്കല്ല് കരഞ്ഞിട്ട് തീർന്നുപോയി. വയനാട് ചേർന്ന് ഉരുളുപൊട്ടിയപ്പോഴേ പാറക്കല്ലുകളെല്ലാം താഴോട്ട് പോയി. നിരീശ്വരവാദികൾ ചോദിച്ചു, അന്ന് നിങ്ങളെ നടന്നു ഉറങ്ങിപ്പോയോ? മനുഷ്യരെല്ലാം തൊട്ട് കാണട്ടെ, ഉറങ്ങിപ്പോയോ? ഒരിക്കൽ പോലും അശ്രദ്ധവാനായി പോകൂല. നമ്മുടെ ഇവിടുത്തെ ഹുതുബയെ പോലും നമ്മളോട് പറയുന്നത്, ഓ അശ്രദ്ധവാനായി ജീവിക്കുന്നവനെ, നീ
യാ അയ്യുഹൽ ഗാഫിൽ, അശ്രദ്ധവാനായവനെ. അപ്പൊ അന്ന് ഇരുള് പൊട്ടിയിട്ട് ആയിരക്കണക്കിന് ജനങ്ങളൊക്കെ ഒളിച്ചു പോകുമ്പോ അള്ളാഹ് നിർത്തിയിട്ടുണ്ടോ? നിങ്ങളെ പഠിച്ചവനെ നിർത്തിയിട്ടുണ്ടോ? ആലോചിച്ചു. അതിന് മറുപടി പറഞ്ഞ മനുഷ്യർവെപ്പ് മാത്രമല്ല എല്ലാരെയും അല്ലാഹു തആല കാണണ്ടേ? നമുക്ക് മൂത്രം സ്റ്റക്കായി മാത്രമല്ല വെള്ളം കുടിച്ചത് മൂത്രയിക്കില്ല, വെപ്രാളപ്പെടും. പക്ഷേ വയറിന് പൊട്ടിക്കിട്ടിയാലെന്നൊക്കെ തോന്നിപ്പോകും അല്ലേ? അതുപോലെയാണ് അവിടുത്തെ പർവ്വതത്തിന്റെ ഉള്ളിൽ വെള്ളവും ചളികളും പാറക്കല്ലുകളും തിങ്ങി നിറഞ്ഞ് ആ പർവ്വതത്തിനൊന്ന് റാഹത്താവണമെങ്കിൽ ഇതൊക്കെ പുറത്തു സാധിക്കണം. പർവ്വതത്തിന്റെയും وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. ആകാശം കണ്ടില്ലേ? പർവ്വതങ്ങൾ കണ്ടില്ലേ? കൈഫ, അതെങ്ങനെയാണ് കുത്തനെ നിർത്തപ്പെട്ടത്? ധാരാളിയത് അതിന്റെയും അല്ലാഹുവല്ലേ? അതിന്റെ ഉള്ളിലൊക്കെ കെട്ടിക്കൊടുങ്ങി കിടക്കുന്ന പാറക്കഷ്ണങ്ങളും ചളികളും വെള്ളങ്ങളും അതങ്ങൾ പൊട്ടി പുറത്തു ചാടിയപ്പോൾ ആ പർവ്വതം പറഞ്ഞു അൽഹംദുലില്ലാഹ്. ആ പർവ്വതത്തെ റബ്ബല്ലാഹുവല്ലേ? അപ്പോൾ അത് ചോദിക്കാനൊക്കെ അപ്പൊ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വെള്ളത്തിന് പോയപ്പോൾ പാറക്കല്ല് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തിനെയും കൊണ്ട് കാക്കണേ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വറവുകൾ മനുഷ്യരും കല്ലുകളുമാണ്. ആ കല്ലുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ടാവരുത് എന്ന് ചിന്തിച്ചിട്ട് കരഞ്ഞ് 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 വെള്ളം എല്ലാം ഒഴുകി തീർന്നു പോയെന്ന് ഹബീബിനോട് പറയണം. ആ കരച്ചിലാണ് പുഴകൾ, ആ കരച്ചിലാണ് അരുവികൾ. മനുഷ്യന്റെ ആദ്യം പറഞ്ഞത് മനുഷ്യരല്ലേ? മനുഷ്യൻ അവൻ അവനിപ്പോഴും ചിന്തിക്കുക കൂട്ടാട്ട പരിശുദ്ധ റമളാനിൽ പോലും മയക്കുമരുന്ന് കുടിച്ചുകൊണ്ടിരുന്നാൽ മുസ്ലിമായ ചെറുപ്പക്കാരനെ പരിശുദ്ധ റമളാനിൽ അങ്ങനെ ഈജിപ്തിലും പെട്ടെന്നൊന്നല്ല കടങ്കരയിൽ പിന്നെ എന്താ നമ്മളൊക്കെ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ഇഷ്ടം പോലെ പള്ളികളുണ്ട്, പള്ളി കമ്മിറ്റികളുണ്ട്, പള്ളി ഉസ്താദുമാരുണ്ട്. ആർക്കാ എന്താ ചെയ്യാൻ കഴിയുന്നത്? ഒരു മഹല്ലയിലുള്ള ആളുകൾ വിചാരിച്ചിട്ട് ആ മഹല്ലയിലുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്തുകൊണ്ട് ഉപദേശം കൊടുക്കാൻ കഴിയുന്നില്ല? ഇപ്പോഴതാ മലപ്പുറം ജില്ലയിൽ ഒരു മഹല്ല് തീരുമാനമെടുത്തില്ലേ, മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ടവരോ മയക്കുമരുന്ന് വിൽക്കുന്നവരോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ ആയ മഹല്ല നിവാസികളെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാര്യത്തിനും മഹല്ല കമ്മിറ്റി അവരോട് സഹകരിക്കുകയില്ല. തീരുമാനമെടുത്തു, ജനറൽ ബോഡിയിൽ വായിച്ചു, അത് അംഗീകരിച്ചു, എന്നിട്ട് അന്ന് തന്നെ ആ മഹല്ലിലെ രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് ആ വ്യക്തികളുമായി മഹല്ലിലുള്ള ഒരാൾക്കും ബന്ധപ്പെടാൻ പാടില്ല.
അവിടെ മരിച്ചാൽ പോകാൻ പാടില്ല, അവരെ കല്യാണം വിളിച്ചാൽ പോകാൻ പാടില്ല, അവിടെ നോമ്പ്